2024 ആദ്യത്തെ റിവ്യൂ ആട്ടം. ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടാണ് സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ഞങ്ങൾ പോയത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഫെസ്റ്റിവൽ മൂവി, പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് സിനിമ കണ്ടിറങ്ങിയിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു മൂവി. ഒട്ടും നിരാശപ്പെടുത്തിയില്ല. എന്താ പറയുക, അരങ്ങത്ത് നിന്നും റിയാലിറ്റിയിലേക്ക് ക്യാമറ വെച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. അരങ്ങത്താടി തീർക്കുന്ന ചില സത്യങ്ങളും അതുപോലെ തന്നെ ചില നീതിയുടെയും വേറിട്ട ഒരു രൂപമെന്നേ എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോണും ഒപ്പം 11 പേരും, മൊത്തത്തിൽ 13 പേര്, 13 പേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു മൂവി. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ മൂവിയെ പറ്റി. അപ്പോൾ മൂവിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ നമുക്ക് സിനിമയുടെ കണ്ടന്റിലേക്ക് പോവാം. ഒരുപാട് പുതുമ അർഹിക്കുന്ന ഒരു കണ്ടന്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും അരങ്ങത്ത് നിന്നും റിയാലിറ്റിയിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതിലും പുതുമയില്ല. ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ നേരിടുന്ന സംഭവമാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ക്രിട്ടിസൈസ്, പിന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില ആൾക്കാരുടെ സംസാരം, അങ്ങനെയൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ ഒരു സംഭവത്തിൽ ബാക്കി 12 പേരുടെയും ക്രിട്ടിസൈസം അവൾ നേരിട്ടപ്പോൾ അവൾക്കുണ്ടായ മാനനഷ്ടം, അത് മറ്റ് 12 പേരുടെയും മനസ്സിൽ ഒരു കുറ്റബോധത്തിൻ്റെ തീക്കനൽ ഇട്ടുകൊണ്ട് അവൾ അരങ്ങത്ത് ആടിത്തിമർത്തു. അങ്ങനെ വന്നപ്പോൾ സിനിമ വേറെ തലങ്ങളിലേക്ക് പോകും. ഇനി സിനിമയുടെ തിരക്കഥയും കാസ്റ്റിങ്ങും നമുക്ക് ഒന്നിച്ചു നോക്കാം. ഈ സിനിമ തുടങ്ങുന്നത് റിയാലിറ്റിയിൽ നിന്നുമാണ്. റിയാലിറ്റിയിൽ നിന്നും സിനിമ നമ്മളെയും കൂട്ടിക്കൊണ്ട് അരങ്ങത്തേക്ക് കയറുകയാണ്. അതായത് അരങ്ങെന്ന് പറയുന്ന ഒരു നാടകവേദി, 12 പേരടങ്ങുന്ന ഒരു നാടകവേദി. അവിടെ ഒരു നാടകം കളിക്കുകയാണ്. നാടകം വളരെ മികവോടെ അവർ ആടിത്തീർത്തു. അതിനുശേഷമുള്ള പാർട്ടിയിൽ വെച്ച് ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടക്കുന്നു. വളരെ ചെറിയ ഇൻസിഡൻറ്റ്, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ നിമിഷവും ഈ ലോകത്തിൻ്റെ പല സൈഡുകളിലും അതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നു കാണും. അത് എന്താണെന്നറിയാൻ നിങ്ങൾ സിനിമ പോയി കാണുക. ആ ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ ഈ 11 പേരും പിന്നെ ഒത്തുകൂടുന്നത് മദനൻ്റെ വീട്ടിലാണ്. അതായത് സിനിമ നമ്മളെയും കൂട്ടിക്കൊണ്ട് റിയാലിറ്റിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. മദനൻ്റെ വീട്ടിനുള്ളിൽ ഈ 11 പേരും, അതായത് എസ്പെഷ്യലി 10 പേരൂടെ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് കാരണം ഈ 11 പേർക്കും 11 ജീവിത സാഹചര്യങ്ങളാണ്. ഈ ജീവിത സാഹചര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ സംവിധായകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും മറ്റ് ഘടകങ്ങൾക്ക് സാധിക്കുന്നു. അതായത് നിലപാടില്ലാത്ത ഒരു ജീവിതം, എന്താ പറയുക, അതിനിടയ്ക്ക് ഒരു ഡയലോഗുണ്ട്, ഒരു പഞ്ച് ഡയലോഗാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡയലോഗ് എഴുതിയിരിക്കുന്ന വളരെ എനിക്ക് ഭയങ്കരമായിട്ട് അർത്ഥവത്തായിട്ട് തന്നെ തോന്നി. വിനയ് ഫോർട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, 8 ലക്ഷം രൂപയെന്ന് പറയുന്നത് പ്ലംബറിനും ഓപ്പറേറ്ററിനുമൊക്കെ വലിയ തുകയല്ലേ എന്ന്. അപ്പം അവൾ വിനയ് ഫോർട്ടിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പം ഷെഫിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ഈ ഡയലോഗ് ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതൊരു നിസ്സാരപ്പെട്ട ഡയലോഗെന്ന്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആ ഡയലോഗിനുണ്ടായിരുന്ന അർത്ഥം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ ഒരെണ്ണമായിരുന്നു. ഈ 11 പേർക്കും ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല. അവർ പരസ്പരം കലഹിക്കുന്നു, വീടിനുള്ളിൽ നിന്ന് പൂമുഖത്തേക്കെത്തും. അവസാനം സിനിമ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമെന്ന് പറയുന്നത് ഈ 11 പേർക്കും എന്താ പറയുക, അവരുടെ ജീവിതകാലം മൊത്തം മനസ്സിൽ കൊണ്ടു നടക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു കുറ്റബോധം ജനിപ്പിക്കുകയാണ് ഇവിടുത്തെ നടി എന്ന് പറയുന്ന കഥാപാത്രം. അവർക്കുണ്ടായിരുന്ന മാനനഷ്ടം അവർ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന രീതിയിൽ ഒരു തീക്കനലായിട്ട്, അവർ അർഹിക്കുന്ന നീതി അതൊരു തീക്കനലായിട്ട് ഈ 11 പേരുടെയും ഈ 11 കലാകാരന്മാരുടെയും ഉള്ളിലേക്ക് കോരിയിടുകയാണ് ചെയ്യുന്നത്. അവസാനം ക്ലൈമാക്സ് പറഞ്ഞു നിർത്തുന്ന ഒരു രംഗമുണ്ട്, എനിക്ക് നിൻ്റെ മുഖം കാണണ്ട. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കിയ ഒരു സീൻ. അത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. വളരെ റിയലിസ്റ്റിക്കായിട്ട് സിനിമ കൊണ്ടുവന്നു.
വീണ്ടും നമ്മളെ അരങ്ങത്ത് കയറ്റി ഒരു മധുര പ്രതികാരത്തിൻ്റെ നാടകവും അരങ്ങേറി സിനിമ അവസാനിപ്പിക്കുകയാണ്. ആട്ടം സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സിനിമ തുടങ്ങിയത് ഒരു നാടകത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നതും ഒരു നാടകത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. സിനിമയുടെ ഡയലോഗുകളും ഡയലോഗ് പ്രസൻറ്റേഷനും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. പക്ഷേ ഇടയിലെ ചില ഡയലോഗുകൾ, എസ്പെഷ്യലി ഒരു അധ്യാപകൻ്റെ ഡയലോഗുകൾ, ചില പോർഷനുകളിൽ എനിക്ക് ഡ്രാമാറ്റിക് ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ഒരു നാടക നടൻ, പ്രൊഫഷണലായിട്ടുള്ളൊരു നാടക നടൻ, ഒരു അധ്യാപകൻ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അതും അങ്ങനെ ലെവലായിട്ട് അങ്ങ് പോയി. ഈ സിനിമയിൽ 12 ക്യാരക്ടേഴ്സാണുള്ളത്. ഈ 12 ക്യാരക്ടറിൽ 11 പേരും അതായത് സിനിമ തുടങ്ങി 3/4 ഭാഗത്തോളം ഒരു വീട്ടിലാണ്. ഈ 11 പേരുടെ ഇമോഷൻസും ഡയലോഗുകളും ഒരു ശകലം പോലും മീറ്റർ പോവാതെ നമ്മളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ സംവിധായകൻ്റെ കഴിവ് അത് അപാരം തന്നെയാണ്. കാരണം ഈ എഴുതി വച്ചിരിക്കുന്ന ഡയലോഗുകളൊക്കെ പലപ്പോഴും ക്രോസ് കയറി വരുന്നുണ്ട്. ആ ക്രോസ് കയറി വരുന്ന ഡയലോഗുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയി. ആ വീട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഇൻവെർട്ടർ കേടായി പോകുന്നതും തേങ്ങ വീഴുന്നതും അതൊക്കെ റിയാലിറ്റിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ചില ഭാഗങ്ങളിൽ പാളിപ്പോയിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ അത് നന്നായി തന്നെ വന്നു. സിനിമ തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സിനിമ നമ്മളെയും കൂട്ടി മദനൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീൻ പോലും, അതായത് ഒരു ഹാളിൽ വെച്ചാണ് എനിക്ക് തോന്നുന്നു സിനിമയുടെ 3/4 ഭാഗത്തോളം കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നത്. അതായത് അവരുടെ കലഹവും അവരുടെ തീരുമാനമെടുക്കുന്നതുമെല്ലാം ഒരു സീൻ പോലും റിപ്പീറ്റേഷൻ തോന്നിയതുമില്ല. വളരെ ക്ലാസിക്കായിട്ടും വളരെ സ്റ്റാറ്റിക് ഷോട്ടുകൾ കൊണ്ടും വൈഡ് ഷോട്ടുകൾ കൊണ്ടും എല്ലാവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അരങ്ങ് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു നാടക കലാകാരൻ്റെ മികവ് എനിക്കിതിനകത്ത് കാണുവാൻ സാധിച്ചത് മറ്റെങ്ങുമല്ല. അതായത് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന ഒരു രംഗമുണ്ട്. ഈ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന രംഗത്ത് ഇവർ ഈ വീട് വിട്ട് പൂമുഖത്തേക്ക് വരും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമേ ഉള്ളൂ, അതായത് ഒരു സ്റ്റേജ് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന, അത് സ്റ്റേജ് അറിഞ്ഞ് നാടകം കളിക്കുന്ന ഒരു കലാകാരൻ്റെ മികവായിട്ട് എനിക്കതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായിട്ട് സിനിമ കൊണ്ട് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ കളർ ഗ്രേഡിങ് വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് സിനിമ കളർ ഗ്രേഡ് ചെയ്ത് പോയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക്, അതായത് ദൂരെ ഇരുന്നു കൊണ്ട് ഈ കലഹം വീക്ഷിക്കുന്ന ക്യൂരിയോസിറ്റിയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളായിട്ട് മാറുവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയാം. എന്താ പറയുക, സിനിമ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സിനിമക്കകത്തേക്കായി. വളരെ ലൈവായിട്ടാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കാറിനകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തും അകത്തുമായിട്ടുള്ള ആ സൗണ്ട് വേരിയേഷൻസ് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാടകം കാണുമ്പോൾ നാടകത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവാറില്ലേ, ആ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ എല്ലായിടത്തും ഒന്നുമില്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ തുടക്കത്തിലൊരു നാടക ഗാനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ താളം പിടിക്കാൻ വേണ്ടി പറ്റി. അത് അത്രയ്ക്ക് നല്ലതായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റീനെ നമുക്ക് ആക്കം കൂട്ടാൻ പറ്റി. അപ്പോൾ ഈ സിനിമയുടെ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇതിൻ്റെ സംവിധായകൻ വളരെ ക്ലാസിക്കായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കലാഭവൻ ഷാജോൺ ഒഴിച്ച് ബാക്കി 11 പേരും സംവിധായകൻ ഉൾപ്പെടെ 12 പേര് അവർ ഒരു നാടകവേദിയിൽ, പേര് ഞാൻ വിട്ടുപോയി, നാടകവേദിയിൽ 10-15 വർഷങ്ങളായിട്ട് നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇതിനകത്ത് വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോണും ഒഴിച്ച് ബാക്കിയുള്ളവരെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ ഒരു കഥ എഴുതണമെന്ന് സംവിധായകനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ വിനയ് ഫോർട്ട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു സ്പാർക്കാണ് സിനിമ എപ്പോഴും. അത് ഡെവലപ്പ് ചെയ്ത് അത് സിനിമയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോഴാണ് അതിന് ഭയങ്കര ആത്മാവ് ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ ഇത് 100% വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മിനിറ്റ് പോലും ലാഗ് ഇല്ലാതെ ഞങ്ങളെ തിയേറ്ററിലെ സിനിമ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം, ഈ സിനിമ നിങ്ങളെ എത്രമാത്രം
എന്താ പറയുക, നിങ്ങൾ എത്രമാത്രം എൻഗേജ് ചെയ്യിക്കുമെന്ന് എനിക്ക് ഈ സിനിമ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഫെസ്റ്റിവൽ മൂഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറഞ്ഞാൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയല്ല. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോയത്, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ പറയില്ലേ കഥയില്ലാത്ത സിനിമ, അങ്ങനെയല്ല. ഇതിനകത്ത് കഥയുണ്ട്, കണ്ടന്റ് ഉണ്ട്, ഇല്ലേ? അപ്പം ക്ലാസിക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ആട്ടം, അല്ലേ? അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഞാൻ ഉദ്ദേശിച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലിയോ പോലുള്ളതോ അല്ലെങ്കിൽ ത്രില്ലർ പോലുള്ള ആക്ഷൻ രംഗങ്ങളോ ഒന്നും അല്ല. ഇതിനകത്ത് വാക്കുകൾ കൊണ്ടാണ് അടിക്കുന്നത്, അല്ലേ? ഈ സിനിമയിൽ വാക്കുകൾ കൊണ്ടാണ് അടിക്കുന്നത്. അതായത് മധുരമായിട്ട് പ്രതികാരം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഡിഫറൻ്റ് ആയിട്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരേണ്ട ആൾക്കാർക്ക്, അതായത് സമാധാനത്തോടെ ഒരു കണ്ടന്റ് ഉള്ള സാധനം കാണേണ്ട മച്ചന്മാരെ നിങ്ങൾ പോയി കണ്ടോ. പിന്നെ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ സിനിമയാണ്, അല്ലേ? ഞാൻ 100% പറയാം, സിനിമ തുടങ്ങി അവസാനം വരെ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് സിനിമ. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്, പക്ഷേ ഈ കണ്ടന്റിനെ വളരെ ക്ലാസിക് ആയിട്ട് സംവിധായകൻ അവതരിപ്പിച്ചു കൊടുക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, മലയാള സിനിമയ്ക്ക് നല്ല സൂപ്പർ ഒരു സംവിധായകനെ കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അതായത് എനിക്ക് തോന്നിയത് ഈ സംവിധായകന് ജനിച്ചപ്പോൾ തൊട്ട് അയാൾ ഒരു നല്ല നടനുമാണ്, നല്ലൊരു സംവിധായകനുമാണ്, ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതായത് ജന്മന കിട്ടുന്ന ചില കഴിവുകൾ അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലുണ്ട്. കാരണം 100% ആത്മാർത്ഥതയോടെ സിനിമയെ അപ്രോച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.